ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ ഗൺമാൻമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അനിൽ, സന്ദീപ് അടക്കം 5 പേർക്കാണ് സസ്പെൻഷൻ. DGP ഉടൻ ഉത്തരവിറക്കും. ഹരിമോഹനും TV പ്രസാദും ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഹരിമോഹനിലേക്ക് ആദ്യം. ഹരി, ഈ പ്രവർത്തകരെ, അവിടെ പ്രതിഷേധിച്ച പ്രവർത്തകരെ നേരിടാൻ അങ്ങനെ ഗൺമാൻമാർ ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിൽ അത്രയും ആ രീതിയിലുള്ള ഒരു മർദ്ദനത്തിൽ അതൊരു കുറ്റകൃത്യമായി കണ്ട് വധശ്രമം അടക്കമുള്ള കേസ് ഉൾപ്പെടുത്തി അവർക്കെതിരെ നടപടിയെടുക്കാം എന്നുള്ള റിപ്പോർട്ട് കൂടിയാണ് നൽകിയിരുന്നത്. ആ റിപ്പോർട്ട് അടക്കം കണക്കിലെടുത്ത് അതിന് പിന്നാലെയാണ് ഈ സസ്പെൻഷൻ നടപടി വന്നിരിക്കുന്നത്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ ഗൺമാൻമാർക്ക് സസ്പെൻഷനായിരിക്കുന്നു. അനിൽ, സന്ദീപ് അടക്കം 5 പേരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. DGP ഉടൻ ഉത്തരവിറക്കും. TV പ്രസാദ് കൂടിയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. TV പ്രസാദ്, ഉത്തരവ് ഉടൻ എന്തായാലും ഇറങ്ങും. ഈ നടപടി നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നേരത്തെ ചോദിച്ച പോലെ അതായത് അവിടെ ഗൺമാൻമാർ ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവിടേക്കാണ് അവർ ഇറങ്ങിച്ചെന്നത്. അവിടെ ഒരു സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടിയാണ് ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഈ നടപടിയിലേക്കും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ശ്രുതി, അതുതന്നെയാണ് UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ തീരുമാനം എന്ന നിലയിൽ അത് വരികയും അതിൽ SIT രൂപീകരിക്കാനുള്ള തീരുമാനമുണ്ടാവുകയും ചെയ്യുന്നത്. UDF പ്രവർത്തകരെയും കോൺഗ്രസ് പ്രവർത്തകരെയും സംബന്ധിച്ചിടത്തോളം അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ പ്രചരണായുധമാക്കിയിരുന്നു. കാരണം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് അവിടുത്തെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയെല്ലാം മർദ്ദിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കരിങ്കൊടിയും പ്രതിഷേധവും സ്വാഭാവികമാണ് എന്നിരിക്കെയാണ് ഇത്തരമൊരു മർദ്ദനം ഉണ്ടാകുന്നതും അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം ഒരിക്കൽ പോലും അങ്ങനെ ഒരു മർദ്ദിക്കാൻ പാടില്ലായിരുന്നെന്നോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് വീഴ്ച പറ്റിയെന്നോ പറയുന്നതിന് പകരം മുഖ്യമന്ത്രി ചെയ്തത് അതൊരു രക്ഷാപ്രവർത്തനമായിരുന്നു എന്ന് പറയാനായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി ശ്രമിച്ചത്. മാത്രവുമല്ല, അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല. അവരെ കൂടുതൽ ചേർത്ത് നിർത്തുന്ന സമീപനം അത് കൂടുതൽ UDF പ്രവർത്തകരെയും കോൺഗ്രസ് പ്രവർത്തകരെയും സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ പ്രചരണമായുധമാക്കുകയും ചെയ്തു. ഒടുവിൽ ഇതാ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി 8 ദിവസം പോകുന്നതിന് മുമ്പ് തന്നെ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ തുടക്കം മുതൽ തന്നെ അന്വേഷിച്ചത് അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും അവിടെ ഇറങ്ങി അവരെ മർദ്ദിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. അങ്ങനെ മർദ്ദിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. അങ്ങനെ മർദ്ദിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, അത് ക്രൂരമായ നടപടിയായിപ്പോയി എന്നുള്ളതാണ് പൊതുവിൽ വിലയിരുത്തപ്പെട്ടത്. അന്വേഷണ സംഘത്തിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ അതിന്റെ ദൃശ്യങ്ങൾ കൂടി അന്ന് പുറത്തു വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ ഇന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ വൈറലായി ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അതിലാണ് ഇപ്പോൾ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നു. അതായത് അവരുടെ പ്രവർത്തകനെ അകാരണമായി മർദ്ദിച്ച ഉദ്യോഗസ്ഥരെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി 8 നാൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ സസ്പെൻഷനിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളമുള്ള രാഷ്ട്രീയ നേട്ടം. ഇത് ഉറപ്പായും ഇനി അങ്ങോട്ടേക്ക് വലിയ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. കോടതിയുടെ മുന്നിലുള്ള കേസാണ്. കോടതി ഇതിൽ ഇനി എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും തലയ്ക്കുൾപ്പെടെ അടിച്ച സാഹചര്യത്തിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പാണ് പ്രത്യേക അന്വേഷണ സംഘം ഇതിൽ ചുമത്തുക. അങ്ങനെയെങ്കിൽ ജാമ്യം കിട്ടാത്ത വകുപ്പാണ് അവർക്കെതിരെ ഉണ്ടാവുകയും ചെയ്യുക. എന്തായാലും ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങൾ ഏറെ നിർണായകമാണ്. ഹരി പറഞ്ഞതുപോലെ അല്പസമയത്തിനകം തന്നെ പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഇതിന്റെ നിർണായക ഉത്തരവ് പുറത്തിറങ്ങിയേക്കും. ശ്രുതി, വ്യക്തമാണ്.